നമസ്കാരം. എൻ്റെ ഇഷ്ട സിനിമകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാഥേയം എന്ന സിനിമയാണ്. 1993 ലോഹിതദാസ് കഥയും തിരക്കഥയും എഴുതി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് പാഥേയം. മമ്മൂട്ടി, ലാലു അലക്സ്, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഭരത് ഗോപി, ചിപ്പി ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം രവീന്ദ്രൻ, യേശുദാസിൻ്റെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾ. സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം മണ്ണാർക്കാട്ടുകാരനായ കൽക്കട്ടയിൽ സ്ഥിരതാമസമാക്കിയ ചന്ദ്രദാസ് എന്ന കവി 15 വർഷങ്ങൾക്ക് ശേഷം കൊടൈക്കനാലിലെ ഒരു സ്കൂൾ പരിപാടിക്കിടയ്ക്ക് തൻ്റെ മകളെ കണ്ടുമുട്ടുന്നു. ഈ സിനിമയിൽ അതിമനോഹരമായ ഒരു രംഗമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം, വിധിയുടെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. പ്രപഞ്ചൻ സാക്ഷി, സത്യം മാത്രം പറയാം. കവിതയുടെ നാമ്പ് മുളച്ചു തുടങ്ങുന്ന കാലം. വിപ്ലവത്തിന്റെ ജ്വാലയിലേക്ക് എടുത്തു ചാടി ചിറകുകരിഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എല്ലു നുറുങ്ങുന്ന പീഡനം, കാരാഗ്രഹം, മോചിപ്പിക്കപ്പെട്ടിട്ടും അശാന്തിയുടെ നാളുകൾ. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചു. നാടും വീടും ഉപേക്ഷിച്ചു. കൽക്കത്തയിൽ ചേക്കേറി. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ എത്തപ്പെട്ടത് അവിടെയാണ്. ആദ്യം ഹോട്ടലിലെ തൂപ്പുപണി, പിന്നെ ഒരു മാർവാടിയുടെ കണക്ക് പിള്ള. അങ്ങനെ ഇന്ന് ഞാൻ ചീഫ് സബ് എഡിറ്റർ ആയിരിക്കുന്ന പത്രത്തിന്റെ പ്രൂഫ് റീഡർ ആയിരിക്കുന്ന കാലം. പാരഗ്രാഫ് ബട്ട് കോമ ദ പ്രൈം മിനിസ്റ്റർ വാണ്ട് കോമ there should be no extra constitutional method comma as was being demanded by the communist and extremist leftist full stop. പോയേക്കാ ചിക്കി ഗോപാലേട്ടാ, ഞാനൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നു. എനിക്ക് ആ ബാനർജി ഒന്ന് കാണണം. അപ്പൊ നീ ക്ലബിൽ വരില്ലേ? ഇല്ല, നാളെ കാണാം. ഓക്കെ. മഹാഗണപതി. This is an abstract piece made out of bronze. ചന്ദ്രദാസ് അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ഹരികുമാര മേനോൻ. ഹലോ. ഹലോ, മനസ്സിലായില്ലേ? ഇന്നാണ് നീ പറഞ്ഞില്ലേ മാതൃഭൂമിയിൽ വന്നൊരു കവിതയെ കുറിച്ച്? ആ ചന്ദ്രദാസാണ്. ഓ, നന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഡോക്ടറാണെങ്കിലും അല്പം സാഹിത്യവാസനയുണ്ട്. എന്ന് വെച്ചാൽ വായിക്കും അത്ര തന്നെ. ഇവിടെയാണോ ജോലി? അതെ, ഇന്ത്യ ടൈംസിൽ. ഇവിടെ ഇവർക്ക് വേണ്ടി വന്നതാ. MA കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? അമ്മാവനാണ് ജോലിക്ക് വിടാൻ താല്പര്യമില്ല. അപ്പോൾ ഇവളൊരു സൂത്രം കണ്ടുപിടിച്ചു, റിസർച്ച്. ടാഗോർ കവിതയിലെ ആത്മീയതയോ ദേശീയതയോ എന്താണാവോ, വെറുതെ നാട് ചുറ്റാൻ ഓരോ ട്രിക്കുകൾ. ഇനി ഈ പേരും പറഞ്ഞ് 2-3 മാസം ഇവിടെ ഒന്ന് തകർക്കാമല്ലോ. ഈ ഹരിയേട്ടൻ മതി വാചകം. ഇവളെ പരിചയപ്പെടുത്താം. അനിത എന്റെ കസിനാണ്. എന്ന് വെച്ചാൽ അറിയാമല്ലോ, മുറപ്പെണ്ണാണ്. ഈ വർഷം ഞങ്ങളുടെ വിവാഹം നടത്താനായിരുന്നു പ്ലാൻ. അതിനിടയ്ക്കാണ് എനിക്ക് ഹയർ സ്റ്റഡീസിന് ഒരു ചാൻസ് വന്നു വീണത്. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് തീരുമാനിച്ചു. പ്ലീസ്. ഇവളിവിടെ ശാന്തിനികേതനിലാണ് താമസം. ഞാൻ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകും. എന്തെങ്കിലും ആവശ്യം വന്നാൽ വന്ന് ബുദ്ധിമുട്ടിക്കും. ഓ, എവിടെയാണ് നാട്? പാലക്കാട്. പ്രോപ്പർ മണ്ണാർക്കാടാണ്. ഓ, അത് ശരി. ഞങ്ങൾ ഒറ്റപ്പാലത്താണ്. ഓ, ശങ്കരമംഗലത്തെന്ന് പറയും. ഇനി പറഞ്ഞു വന്നാൽ ചിലപ്പോ ബന്ധുക്കളുമാവും. അപ്പൊ ഒറ്റയ്ക്കായെന്നുള്ള വിഷമം തീർന്നല്ലോ. നമ്മുടെ അടുത്ത നാട്ടുകാരൻ, കൂടാതെ കവിയുമാണ്. വിടണ്ട, നിനക്ക് ഉപയോഗപ്പെടും. എന്തിനും ചെന്ന് ബുദ്ധിമുട്ടിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കും. വല്ലപ്പോഴും കണ്ടുമുട്ടും. 2-3 പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. തികച്ചും മാന്യമായ സൗഹൃദം. ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ഞാൻ അവളെയോ അവളെന്നെയോ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കൽ പ്രളയത്തിന്റെ ഒരു രാത്രിയിൽ അനിതയോ? അകത്തൊരു മഴ, എന്തൊരു മഴ. താങ്ക് യു.
2 ദിവസമായി ഓഫീസിൽ പോയിട്ട്. മഴ, റോഡുകളിലൊക്കെ മുട്ടറ്റം വെള്ള. കൽക്കത്തയുടെ ശാപായത്. 2 മഴ നന്നായി പെയ്താ മതി. അനിത എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഹരിയേട്ട സ്റ്റേറ്റ്സിലേക്ക് പോയി. യാത്ര അയക്കാൻ നാട്ടിൽ പോയിരുന്നു. ട്രെയിനിന് വരുമ്പം പലയിടത്തും വെള്ളം പൊങ്ങി കണ്ടു. പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. ഹൗറേന്നൊരു ടാക്സി പോലും വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ നടന്നു. ഓ, ഇത്ര ദൂരോ? കുറച്ചുകൂടെ റോഡ് ക്ലിയർ ആണ്. ഒരു സൈക്കിൾ റിക്ഷ കിട്ടി. പിന്നെയും നടന്നു ഇത്രയും വെള്ളത്തിലൂടെ. ഓ ഭാഗ്യം. താൻ ഭയങ്കര സാഹസ കാണിച്ചത്. റോഡ് ഏതാ, കുഴി ഏതാ, ഡ്രെയിനേജ് ഏതാന്ന് അറിയാൻ പറ്റില്ല. ഫ്ലഡ് ആണെന്ന് അറിഞ്ഞപ്പോ അവിടെ തന്നെ എവിടെയെങ്കിലും തങ്ങായിരുന്നില്ലേ? അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ ആളുകൾ നിറഞ്ഞിരിക്കണു. എനിക്ക് എങ്ങനെയെങ്കിലും ശാന്തിനികേതനിൽ എത്തണം. ദാസനെ ഒന്ന് സഹായിക്കണം. ഈ മഴയത്ത് എങ്ങനെ പോവും? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കരഞ്ഞിട്ട് എന്താ ഫലം? മഴയൊന്ന് ശമിച്ചാൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങും. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നനഞ്ഞത് മാറ്റിക്കോളൂ. താങ്ക് യു. ചായ കുടിക്കും. താങ്ക് യു. കോടതിയിൽ നിന്നും അച്ഛനോടൊപ്പം തറവാട്ടിലേക്ക് എത്തുന്ന മകൾ, ആ മകളുടെ സ്നേഹവും സാമീപ്യവും ആവോളം അനുഭവിച്ച ചന്ദ്രദാസ് തൻ്റെ മകൾക്ക് വളർത്തച്ഛനായ ഹരികുമാർ മേനോനോടുള്ള സ്നേഹം മനസ്സിലാക്കി അദ്ദേഹത്തെ തിരിച്ചേൽപ്പിക്കുന്ന ആ രംഗം നമുക്കാർക്കും കണ്ണു നിറയാതെ കണ്ടിരിക്കാനാവില്ല. അതുതന്നെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്.
കയറി ഇരിക്കുമോളെ. ഇരിക്കണില്ല, തിരിച്ചു പോവാണ് കൽക്കട്ടയ്ക്ക്. യാത്ര പറയാമെന്ന് കരുതി. സന്തോഷായി. അതിനു മുമ്പ് ഒരു കൈത്തെറ്റ് പോലെ എനിക്ക് വന്നു ചേർന്ന മാണിക്യം ഞാൻ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുന്നു. ചെല്ലുമോളെ. നിങ്ങളുടെ കുഞ്ഞാണിവൾ, നിങ്ങളുടെ മകൾ. ഒരു കോടതിക്കും ഒരു രക്തബന്ധത്തിനും നിങ്ങളെ നിഷേധിക്കാനാവില്ല. കാരണം എന്നെക്കാൾ 1000 മടങ്ങ് അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ജന്മബന്ധം വെറും ഒരു അവകാശം മാത്ര, സ്നേഹം ഒരു അവകാശമല്ല. നിങ്ങളുടെ ഭാഗ്യവാനാണ്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം ഡോക്ടർ. ഈ ദിവസങ്ങൾ അത്രയും അവൾ നിങ്ങളെ ഓർത്തുറങ്ങാതിരുന്നു, നിങ്ങളെ ഓർത്തുണ്ണാതിരുന്നു. ഇനി അവളെ ഞാൻ തടഞ്ഞു നിർത്തിയാൽ എൻ്റെ മോളെന്നെ വെറുക്കാൻ തുടങ്ങും. അത് സഹിക്കാൻ വയ്യ. കഴിഞ്ഞ രാത്രി ആഹ്ലാദത്തിൻ്റെതായിരുന്നു. എൻ്റെ മോള് വെച്ച് വിളമ്പി എന്നെ ഊട്ടി. രാവ് മുഴുവൻ കഥകൾ പറഞ്ഞു, പാട്ടുപാടി. സന്തോഷമായി. ഓ, എൻ്റെ അമ്മ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഓർമ്മിക്കാൻ, ശിഷ്ടകാലം ജീവിക്കാൻ ആ ഓർമ്മ മതി. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നിഴലുകളോട് പടവെട്ടി തോറ്റുപോയവനാണ് ഞാൻ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, മാപ്പ് പറയുന്നില്ല. നിങ്ങളുടെ സൗഭാഗ്യങ്ങളിലേക്ക് ഇനി ഒരിക്കലും ഞാൻ കടന്നു വരില്ല. പക്ഷേ ജന്മം കൊണ്ട് അവൾ എൻ്റേതല്ലെന്ന് പറയരുത്. അച്ഛൻ്റെ മനസ്സും ആയുസും എല്ലാം നിനക്കാണ് കുഞ്ഞേ.
നൽകുകിൻ മകളെ നിന്റെ യാതനാ വിഷപാത്രം. പോവുകൻ കുഞ്ഞെ എന്നെ ഇവിടെ ത്യജിക്കുക. പാഥേയം ബലിച്ചോറായി മണ്ണിതിൽ വർഷിക്കുക. ദണ്ഡസാക്ഷിയാം കണ്ണീർ കടലിൽ കുളിക്കുക. പാപിയാണച്ഛൻ പക്ഷേ പിൻവിളി വിളിക്കില്ല. കാണുവാൻ വയ്യൻ മുത്തേ നിന്റെ ഈ ദുഃഖജ്വാല, നിന്റെ ഈ ദുഃഖജ്വാല. ഈ സിനിമ കൊടൈക്കനാലിൻ്റെ മഞ്ഞുമൂടിയ പ്രകൃതി ഭംഗി കൊണ്ടും ദൃശ്യഭംഗി കൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച സിനിമയാണ്. ശില്പിയും ചിത്രകാരനുമായ ഭരതൻ എന്ന സംവിധായകൻ്റെ സംവിധാന പാഠവും കൂടിയാകുമ്പോൾ ആ സിനിമ നമ്മുടെയൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എക്കാലത്തെയും ഒരു പൊൻതൂവലായി മാറുകയായിരുന്നു.